സമൃദ്ധിയിൽ നമ്മുടെ രൂപത മുഴുവനും വൈദികരും സിസ്റ്റേഴ്സും നിർണായക്കാരും എല്ലാം പങ്കുചേരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുന്നൂറിലും ഐറനേവൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യൂത്ത്ഫുള്ളായിട്ട് നിൽക്കുന്ന ആളാണ്. ഐറനേവൂസ് പറഞ്ഞു, ട്രഡീഷൻ ഈസ് ദ ഐക്കൺ ഓഫ് ദ യൂത്ത്ഫുൾനെസ് ഓഫ് ദ ചർച്ച്. ട്രഡീഷൻ ഈസ് ദ ഐക്കൺ ഓഫ് ദ യൂത്ത്ഫുൾനെസ് ഓഫ് ദ ചർച്ച്. ഒരു സഭയുടെ യൗവനത്വം എന്ന് പറയുന്നത് ആ സഭ കാത്തുപരിപാലിക്കുന്ന ട്രഡീഷനാണ്. അവരുടെ സഭയുടെ സിറോ-മലബാർ സഭയുടെ ട്രഡീഷന്റെ ഒരു ഐക്കണാണ്. ആ ബലിഷ്ഠമായ ട്രഡീഷനാണ് പിതാവിനെയും ആരോഗ്യവാനാക്കുന്നത്. ആരാധനാക്രമത്തിന്റെ കാര്യങ്ങളിലും അല്ലെങ്കിൽ സഭയിലെ ചിലപ്പോഴെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ അവസരത്തിലുമൊക്കെ പിതാവ് എടുത്ത നിലപാടുകൾ പിതാവിന്റെ ആരോഗ്യത്തെ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന കാര്യമാണ്. ആ ഉറപ്പുള്ള ട്രഡീഷനാണ് പിതാവിന്റെയും വ്യക്തിത്വത്തിന്റെ ഐക്കൺ. ആ ഐക്കണാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ പ്രത്യേകമായിട്ട് നന്ദിയുള്ളവരായിരിക്കാം. പിതാവിൽ നിന്ന് എല്ലാ അവസരത്തിലും ഏത് ഫാൾസ് ഡോക്ടറിങ്ങിനും എതിരായിട്ടുള്ളയാളാണ്. അത് ഇംഗ്ലീഷിയോളജി ആകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സോഷ്യോളജി ആകട്ടെ, എന്ത് കാര്യമാണെങ്കിലും തെറ്റായിട്ടുള്ള എല്ലാ പ്രബോധനങ്ങൾക്കും എതിരാണ്. അതൊക്കെ വലിയൊരു ഈടുറ്റ ഒരു നിലപാടാണ്. ആ നിലപാടിൽ നമുക്ക് രൂപതയ്ക്ക്, സഭയ്ക്ക്, ഇതാണോട് ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ അഭിമാനമുണ്ട്. ഞാൻ ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. തോമസ് അക്വീനാസിനോട് അക്വീനാസ് ദൈവത്തെക്കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ എഴുതിയ ആളാണ് തോമസ് അക്വീനാസ്. അത് കത്തോലിക്ക സഭ എക്കാലവും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അക്വീനാസിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ സ്വരം അദ്ദേഹം കേട്ടു. യു റോട്ട് വെൽ അബൌട്ട് മീ, വാട്ട് ഡു യു വാണ്ട്? നീ എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതി, നിനക്ക് എന്താണ് വേണ്ടത്, സമാനമായിട്ട് വേണ്ടത്? അദ്ദേഹം അക്വീനാസ് ഉത്തരം കൊടുത്തു, ഓൺലി യു. നിന്നെ മാത്രം മതി, ഈശോയെ മാത്രം മതി. തോത്തുസ് തോത്തുസ്, നിന്റേത് മാത്രമായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു വലിയ ക്രിസ്റ്റോളജിയാണ്. ഈശോയെ കേന്ദ്രീകരിച്ച് ജീവിക്കുവാനും പഠിക്കുവാനുമില്ല. നമുക്ക് പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോൾ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും